മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. റോമർ ലേഖനം 5-ാം അധ്യായത്തിലെ ഉള്ള ചിന്തകളായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 9-ാം വാക്യത്തിലെ ചിന്തയായിരുന്നു നമ്മൾ അവിടെ എൻഡ് ചെയ്ത്. അതിനുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 10-11 വാക്യം കൂടി നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കയറുകയാണ്. 12 തൊട്ട് വേറൊരു സെക്ഷനാണ്. അതുകൊണ്ട് ഈ ഭാഗം കൂടെ നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് കയറാം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ 10-ാം വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ഇവിടെയും കാണുന്ന എത്രയധികമായി, മച്ച് മോർ എന്നുള്ളൊരു വേർഡാണ് ഇവിടെയും കാണുന്നത്. 9-ാം വാക്യത്തിലും അത് തന്നെയാണ് പറഞ്ഞത്, മച്ച് മോർ, എത്ര അധികമായിട്ട് നമ്മൾ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇവിടെ എത്ര അധികമായി രക്ഷിക്കപ്പെടും 10-ാം വാക്യത്തിൽ. ഇവിടെ 10-ാം വാക്യത്തിൽ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ എബ്രായർ 7:25 നിന്ന് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാവുന്നു. ഹീ ഈസ് ഏബിൾ ടു സേവ് ദ അട്ടർമോസ്റ്റ് എന്നുള്ളൊരു വാക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഹീ ഈസ് ഏബിൾ ടു സേവ് ദ അട്ടർമോസ്റ്റ്, പൂർണ്ണമായി രക്ഷിപ്പാൻ. കാരണം ദൈവം അവനോട് ചേർന്ന് നിൽക്കുന്നവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് എത്ര അധികമായി രക്ഷിക്കപ്പെടും, മച്ച് മോർ എന്നുള്ളൊരു വാക്യം. 10-ാം വാക്യത്തിൽ ശത്രുക്കളെ രക്ഷിച്ചവൻ. ശത്രുക്കളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് യേശുക്രിസ്തു സാധ്യമാക്കി. ഇപ്പോഴവർ ശത്രുവല്ല, അവർ മിത്രങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അവർ ശത്രുക്കളല്ല, ഇപ്പോൾ അവർ മിത്രങ്ങളാണെങ്കിൽ ആ മിത്രങ്ങളെ എത്രയധികം രക്ഷിക്കും. തീർച്ചയായും ദൈവം രക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട 11-ാം വാക്യത്തിൽ, അതുകൊണ്ട് നാം യേശുക്രിസ്തുവിൽ ദൈവത്തിൽ പ്രശംസിക്കുന്നു. ആദ്യം നമ്മൾ കണ്ടു വി റിജോയ്സ് ഇൻ ഹോപ്പ്, പ്രത്യാശയിൽ പ്രശംസിക്കുന്നു കണ്ടു. രണ്ടാമത് നമ്മൾ കണ്ടു കഷ്ടങ്ങൾ പ്രശംസിക്കുന്നു. ഈ 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു കഷ്ടങ്ങൾ പ്രശംസിക്കുന്നു. ഇവിടെ മൂന്നാമത് ദൈവത്തിലും പ്രശംസിക്കുന്നു. 11-ാം വാക്യത്തിൽ ദൈവത്തിലും നാം പ്രശംസിക്കുന്നു എന്നേ കണ്ടു. ഇവിടെ നീതീകരണവും നിരപ്പും നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ ആക്കിയതിനാൽ നമ്മൾ ആ ദൈവത്തിൽ നമ്മൾ പ്രശംസിക്കുന്നു എന്നുള്ള ചിന്തയാണ് ഇവിടെ വരുന്നത്. എബ്രായർ 7:25 നേരത്തെ വായിച്ച ആ വാക്യം, എത്രയധികമായി രക്ഷിക്കപ്പെടും. ഏബിൾ ടു സേവ് ദ അട്ടർമോസ്റ്റ്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, എത്രയധികമായി. 9-ാം വാക്യവും 10-ാം വാക്യം, ഇനി അതുകൊണ്ട് 15-ാം വാക്യം, 17-ാം വാക്യം, 20-ാം വാക്യത്തിലും എല്ലാം എത്രയധികമായി എന്ന് 5 പ്രാവശ്യം ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. നമുക്കറിയാം, രക്ഷ എന്ന് പറയുന്നത് ഒരു ഭാവികാല അനുഭവം മാത്രമല്ല, ഒരു വർത്തമാനകാല അനുഭവമാണ്. പാസ്റ്റ് നമ്മളത് കഴിഞ്ഞു പോയതുമാണ്. അതിന് മധ്യസ്ഥൻ്റെ മരണത്താൽ ദൈവത്തോട് നിരന്നതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഓരോ വിശ്വാസിക്കും ഡെയിലി നിരപ്പ് പ്രാപിക്കുവാനായിട്ടുള്ളൊരു കാരണമായി തീരുന്നു. അതാണ് എത്രയധികമായി രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. മിസ്രൈം ദേശത്ത് നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് ചെങ്കടൽ കടന്ന് വന്നു കഴിഞ്ഞപ്പോഴേ ഇസ്രായേലിൻ്റെ ഒരു പാട്ട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ജയത്തിൻ്റെ ഒരു ഗീതമാണ്. അവർ പാടുന്നത് തങ്ങൾ അനുഭവിച്ച അനുഗ്രഹത്തെക്കുറിച്ചല്ല, പ്രത്യുത അവർ അനുഗ്രഹിച്ച യഹോവയെക്കുറിച്ചാണ് അവർ പാടുന്നത്. ഇവിടെ അതുപോലെ ദൈവമാണ് നമ്മളെ നിരപ്പിലേക്ക് കൊണ്ടുവന്നത്. ഈ നിരപ്പ് ലഭിക്കാനുള്ള കാരണം യേശുക്രിസ്തു മുഖാന്തരമാണ്. അതുകൊണ്ട് ഈ നിരപ്പ് മുഖാന്തരം നമുക്ക് പ്രത്യാശയുണ്ട്. അതിനെ നേരത്തെ നമ്മൾ പറഞ്ഞു, വി ആർ റിജോയ്സിങ് ഇൻ ഹോപ്പ്. നമ്മൾ പ്രത്യാശയിൽ നമ്മൾ ആനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. അതിന് നമ്മളെ കഷ്ടത്തിന് അനുരൂപരാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി നമ്മൾ വർദ്ധിപ്പിക്കാൻ. അതിന് കഷ്ടത്തിൽ നമ്മൾ പ്രശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന 11-ാം വാക്യത്തിൽ നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. കാരണം എന്താണ്? ദൈവമാണ് ഇതെല്ലാം ഫ്രീ ഗിഫ്റ്റായിട്ട് നമുക്ക് തന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഈ 9-ന്റെ 5-ന്റെ 10-ാം 11-ാം വാക്യമായപ്പോഴത്തേക്ക് കർത്താവിൽ കൂടിയുള്ള നീതീകരണവും
അതിൽ കൂടി കിട്ടുന്ന ചില ഫലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി 5:12 വാക്യം തൊട്ട് 8:39 വരെ സെപ്പറേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണം ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. ഇനി അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അന്നേരം ഇതൊരു അടുത്തൊരു സെക്ഷനാണ്. നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, ആദ്യം സിന്നിനെക്കുറിച്ച് പറഞ്ഞു, പാപത്തെക്കുറിച്ച്. 2 ഇതുവരെയും നീതീകരണത്തെക്കുറിച്ചാണ്, സാൽവേഷനെക്കുറിച്ചാണ് പറഞ്ഞു. 5:10 വന്നപ്പോഴത്തേക്ക് 11 വന്നപ്പോഴത്തേക്ക് അത് തീർന്നു, നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഇനിയും 12 തൊട്ട് 5:12 തൊട്ട് 8:39 വരെയുള്ള ഭാഗങ്ങളിൽ ഈ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ, വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത്തിരി കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ട്. 2 വ്യക്തികളെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് 2 വ്യക്തികളെക്കുറിച്ച്. ആദാമും ക്രിസ്തുവും 2 വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദാമിൻ്റെ പ്രവൃത്തി, ക്രിസ്തുവിൻ്റെ പ്രവൃത്തി, അത് 2 പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദാം ഏകലംഘനം ചെയ്തെങ്കിൽ ക്രിസ്തു ഏക നീതീകരണ പ്രവൃത്തി ചെയ്തതായിട്ട് കാണുന്നു. ആദാമിൽ കൂടിയുള്ള ഫലം മരണമായിരുന്നെങ്കിൽ ക്രിസ്തുവിൽ കൂടിയുള്ള മരണത്തോട് ചേർന്ന് എന്താ ഉള്ളത്? മരണവും അതിനോട് ചേർന്ന് ശിക്ഷാവിധിയും പാപവും ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൽ കൂടിയുള്ളത് ജീവനും നീതീകരണവും കർത്താവിനോടുള്ള വാഴ്ചയുമാണ്. ഈ കാര്യങ്ങൾ ഫലങ്ങൾ ആദാമിൽ കൂടിയുള്ളതും ക്രിസ്തുവിൽ കൂടിയുള്ളതും പറയുന്നുണ്ട്. അതുപോലെ ആദാമിൽ കൂടി പാപം മരണത്താൽ വാഴുന്നു എങ്കിൽ ക്രിസ്തുവിൽ കൂടി കൃപയിൽ കൂടിയുള്ള നീതീകരണം മൂലം കൃപ വാഴുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ മനുഷ്യനായിട്ടുള്ള ആദാം, ദൈവവും മനുഷ്യനായിട്ട് അവതരിച്ച ക്രിസ്തു, ഈ 2 കാര്യങ്ങളെക്കുറിച്ചും സ്പെസിഫിക്കായിട്ട് പറയുന്ന ഭാഗങ്ങളാണ് ഇതിൽ കാണുന്നത്. 6-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ 2 യജമാനെ കുറിച്ച് പറയുന്നുണ്ട്. പാപത്തെ സേവിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന 2 യജമാന്മാർ. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ 2 ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നു. 1 ന്യായപ്രമാണം, 2 കൃപ. ഇതെല്ലാം ഇതെല്ലാം സെപ്പറേഷൻ്റെ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നതിനുള്ള ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. 12-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ള പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണ്ടിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. 15 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. 2 സാമ്രാജ്യത്തെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നതാണ്. അത് ഈ 21 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 സാമ്രാജ്യം, 1 ആദാമിൻ്റെ സാമ്രാജ്യം, 2 ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം. അത് നമ്മൾ ശ്രദ്ധിക്കുക. 1 മനുഷ്യനായിട്ടുള്ള ആദാം ഭൂമിയിൽ, അത് പഴയ സൃഷ്ടി. ഒടുക്കത്തെ ആദാം അതൊരു റേസാണ്, അതൊരു പുതിയ സൃഷ്ടി. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 47 വാക്യങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിനു മുമ്പ് 1 കൊരിന്ത്യർ 15-ൻ്റെ 21-22 വാക്യങ്ങളിൽ മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ആദാമാണ്, ആദ്യത്തെ മനുഷ്യൻ. രണ്ടാമത് പുനരുത്ഥാനം ഉണ്ടായ മനുഷ്യൻ ക്രിസ്തുവാണ്. 22-ാം വാക്യത്തിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്. ആത്മീയം പിന്നത്തേതിൽ വന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അപ്പോൾ ഈ ആദാമിനെയും പറ്റിയും ക്രിസ്തുവിനെ പറ്റിയുമുള്ളൊരു കമ്പാരിസണായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം ആദാം വഴി പാപം ലോകത്തിലേക്ക് വന്നു എന്ന് ഉള്ള ഒരു കൺഫർമേഷൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നിന്ന് എടുത്ത് പറയുകയാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. മരണം സൃഷ്ടിച്ചത് ദൈവമല്ല, അങ്ങനൊരു ചിന്തയുണ്ട്. ദൈവമാണ് മരണം സൃഷ്ടിച്ചത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പാപത്താൽ മരണം
ലോകത്തിൽ കടന്നു എന്നുള്ളതാണ്. മരണം ദൈവം സൃഷ്ടിച്ചതല്ല, പാപം ചെയ്ത ആരാ? മനുഷ്യനാണ്. അപ്പോഴും മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടാണ് അവിടെ മരണം ഉണ്ടായത്. അതുകൊണ്ട് മനുഷ്യൻ മരണം കടന്നു വരുവാൻ അനുവദിച്ചതാണ്. അല്ലാതെ മരണം ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. മനുഷ്യൻ മരണം കടന്നു വരുവാൻ അനുവദിച്ചു. എല്ലാവരും പാപം ചെയ്തു. ഇവിടെ പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും വാണിരിക്കുന്നു. ഈ ഡിവൈൻ പ്രിൻസിപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്ന പോലെ റോമർ 3:23 പാപം ചെയ്തു, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായിത്തീർന്നു. ആദാം പാപം ചെയ്തുകൊണ്ട് അത് ഇൻഹെറിറ്റ് ചെയ്ത് നമുക്കും പാപം ഉണ്ടായി എന്ന് പറയാം. അതങ്ങനെയാണ് നമുക്ക് പാപം ഉണ്ടാവുന്നത്. ആദാം പാപം ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് പാപം ഉണ്ടാവുന്നത്? അങ്ങനൊരു ചോദ്യം പലരും ചോദിക്കും. ആദാം പാപം ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് പാപം ചെയ്യുക? ഞാൻ പാപം ചെയ്യുന്നില്ലല്ലോ, ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്താ പാപി എന്ന് വിളിക്കുന്നതാണ് പാപം എന്ന് പറയുന്ന പഠിപ്പിക്കലുകളും ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ആദാം പാപം ചെയ്താൽ നമ്മൾ പാപികളാകുന്നു? ചില ആളുകൾ ജന്മപാപം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ജന്മപാപം ഉണ്ടായി എന്നാണ്. എന്നാൽ അങ്ങനെയുണ്ട്, ജന്മപാപമുണ്ട്. അതാണ് ഈ പറയുന്ന പാപം, ആദാമിൽ കൂടി ഇൻഹെറിറ്റ് ചെയ്ത പാപം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് 1-2 ഭാഗങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത്, നമ്മളെന്തെങ്കിലും പറയുമ്പോൾ വേറെ എന്തെങ്കിലും പറയാൻ പറ്റില്ല, ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്നൊരു വിധത്തിൽ പറയാം. അവൻ്റെ പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി എൻ്റെ കടിപ്രദേശത്തെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അബ്രഹാം മൽക്കീസദേക്കിന് തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഓഹരി 10-1 ഭാഗം കൊടുത്ത ഒരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിലുള്ള ഭാഗത്തു നിന്നുള്ളതാണ്. അവിടെ അബ്രഹാം ദശാംശം കൊടുത്തു, മൽക്കീസദേക്കിന് കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് ലേവി ഗോത്രമൊന്നും ഇല്ലല്ലോ. ലേവി ഗോത്രമൊക്കെ ഉണ്ടായത് യാക്കോബിൻ്റെ ഗ്രഹത്തിൽ നിന്ന് വന്നതല്ലേ. എന്നാൽ ദശാംശം കൊടുത്തതാരാണ്? അബ്രഹാമാണ്. അന്നേരം ദശാംശം വാങ്ങുന്ന ലേവി എവിടെയാണ്? അന്ന് ജനിച്ചിട്ടില്ല. അന്നേരം ദശാംശം വാങ്ങുന്ന ലേവി അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. എന്തുകൊണ്ടാണ്? പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാമിൽ ലേവി ഉണ്ടായിരുന്നത് കൊണ്ട് ലേവിക്ക് വേണ്ടി അബ്രഹാം 10-1 ദശാംശം മൽക്കീസദേക്കിന് കൊടുത്തു. നിങ്ങൾക്ക് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ ലേവി ഒന്നും ജനിച്ചിട്ടൊന്നുമില്ല, യാക്കോബും ജനിച്ചിട്ടില്ല, ഇസാക്കും ജനിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ പറയുന്നത് ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു ചിന്ത അതിനകത്ത് വരുന്നത് പാരമ്പര്യമായി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗോത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പിതാവ് ലോകത്തിലെ ഉള്ള 1-ാം മനുഷ്യനായ ആദാം, അവനിൽ നിന്നുള്ള പാപം നമ്മളിലേക്ക് വന്നു, നമ്മൾ അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലും വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് 1-ാം മനുഷ്യനായ ആദാമിൽ കൂടി പാപം ലോകത്തിലേക്ക് വന്നു എന്നുള്ളൊരു പ്രൂഫ്. അതുപോലെ തന്നെ വേറൊരു ഭാഗം ബൈബിളിൽ നിന്ന് എടുത്ത് പറയാനായിട്ടുള്ള യോശുവ 7:10 യഹോവ യോശുവയോട് പറഞ്ഞു, എഴുന്നേൽക്കാൻ നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു, അവർ ശപഥാപിത എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ച് മറവി ചെയ്ത് തങ്ങളുടെ സാധനങ്ങളുടെ ഇടയിൽ വെച്ചിരിക്കുന്നു. ഇസ്രായേൽ ശാപഗ്രസ്തമായി തീരുന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ഇവിടെ ആയി പട്ടണം പിടിക്കാൻ പോയപ്പോൾ ഇസ്രായേൽ തോറ്റു. അതിൻ്റെ കാരണം ഇവാലുവേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേ ആഖാൻ പാപം ചെയ്തു. ആഖാനെ സംബന്ധിച്ചിടത്തോളം ആഖാന് ശപഥാർപ്പിത വസ്തു എടുത്ത് അവൻ മോഷ്ടിച്ച് സാമാനങ്ങളുടെ ഇടയിൽ കുഴിച്ചിട്ടു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആഖാൻ പാപം ചെയ്തു എന്നല്ല, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്.
അതുകൊണ്ട് ആഖാൻ ചെയ്ത പാപം കൊണ്ട് ഇസ്രായേലിന് മുഴുവൻ ആ പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. അതുമാത്രമല്ല, അതിനുശേഷം ശിക്ഷ നടപ്പാക്കുമ്പോൾ ആഖാനെ മാത്രമല്ല കൊല്ലുന്നത്, ആഖാൻ്റെ കുടുംബത്തെ മുഴുവനായിട്ട് കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഒരു ആൾ പാപം ചെയ്തപ്പോൾ ദൈവം പറയുന്നത് ഇസ്രായേൽ മുഴുവൻ പാപം ചെയ്തു എന്നാണ്. ഇതേപോലെ ഒരു പ്രിൻസിപ്പിള്, ഇതാണ് ഡിവൈൻ പ്രിൻസിപ്പിൾ ഓഫ് ഗോഡായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ, ആദാം പാപം ചെയ്താൽ ആൾക്കാർ മുഴുവൻ പാപം ചെയ്തു, എല്ലാവരും പാപം ചെയ്തു. അതാണ് ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അല്ല, പാപം ലോകത്തിലേക്ക് എങ്ങനെ കടന്നു എന്ന് ചോദിച്ചാൽ, പാപം ലോകത്തിലേക്ക് കടന്നത് ആദാം വഴിയാണ്. അത് പാപത്തോടു കൂടിയാണ് മരണവും വന്നത്. അല്ല, മരണം ദൈവം സൃഷ്ടിച്ചതല്ല, പാപവും ദൈവം സൃഷ്ടിച്ചതല്ല. പാപം ഉണ്ടായത് തന്നെ അനുസരണക്കേടിനാൽ ഉണ്ടായി. അല്ലെങ്കിൽ ഹവ്വായിൽ കൂടി പിശാച് പ്രവർത്തിച്ചാണ് പാപം വരാനായിട്ടുള്ള റീസൺ നമ്മൾ പറഞ്ഞു. അമാർത്തിയൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്, മിസ്സിങ് ദ മാർക്കും എല്ലാം പറഞ്ഞാണ്. ഞാൻ വീണ്ടും അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇത് പറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നത്, ദൈവത്തിൻ്റെ പ്ലാൻ, ക്രിസ്തു മൂലം കൃപയുടെ വാഴ്ച എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാഗമാണ്. രണ്ട് വ്യക്തികളെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നതാണ്, ആദാമും ക്രിസ്തുവും. ഏകലംഘനത്താൽ പാപം വന്നു എന്നുള്ള ചിന്തയാണ് നാം പറഞ്ഞത്. നമ്മുടെ സമയം ഇവിടെ തീർന്നുകൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തുടർന്ന് ഇത് ചിന്തിക്കണം. നമ്മൾ ആകെ ഒരു കാര്യം ചിന്തിച്ചുള്ളൂ, ആദാമിൽ കൂടി പാപം ലോകത്തിലേക്ക് കടന്നു എന്നുള്ളത്. തീർച്ചയായും ഇത് നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില വ്യക്തികളെ കർത്താവേ അൽഷിമേഴ്സായിട്ട് ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ഓർമ്മയൊന്നും നിൽക്കുന്നില്ല, പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങൾ, ഒരാളുടെ പരസഹായം ഇല്ലാതെ തന്നെ ജീവിക്കാൻ വയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത്രയ്ക്ക് പ്രായമായിട്ടില്ലല്ലോ അവന്. ദൈവമേ, ഞങ്ങൾ ഈ തരണത്തിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓർമ്മശക്തിയെല്ലാം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കൂടുതലായിട്ട് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമോ? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ കൂടുതലായിട്ട് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴേ ഈ ഓർമ്മശക്തി പഴയതുപോലെ തിരിച്ചു വരുവാനായിട്ട് ദൈവത്തിന് ഹിതകരമാവുന്നു. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവവചനം ഒന്ന് കൂടുതൽ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമോ? നിങ്ങളുടെ ഓർമ്മശക്തി പഴയതുപോലെ തിരിച്ചു തരുവാൻ ദൈവം പ്രോമിസ് ചെയ്യുന്നു. കർത്താവേ, നീ അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കാലിലെ നീരെ പ്രയാസങ്ങളായിട്ട് നടക്കാൻ വയ്യാതിരിക്കുന്ന ചില വ്യക്തികളിത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ നീരിൻ്റെ പ്രയാസങ്ങളെല്ലാം വലിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലൊക്കെ നീരുണ്ട്. ദൈവമേ, അതെല്ലാം വലിഞ്ഞു പോകാനായിട്ട് അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, നിൻ്റെ വലിയ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. അതുപോലെ ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അനേകം ആളുകൾ കാണുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. തുടർമാനമായിട്ട് ഇത് ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാം പറയാനായിട്ട് സമയം കിട്ടുന്നില്ല, 10-15 മിനിറ്റല്ലേ ഉള്ളൂ. കാരണം ഒരുപാട് സമയം എടുക്കാത്ത കാര്യം വേറൊന്നുമല്ല. നിങ്ങൾക്ക് അധികം ടൈം എടുത്ത് നിങ്ങളെ മുഷിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഒരുപാട് ടൈം തന്നെ സ്പെൻഡ് ചെയ്യേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിന്നൊരു ചിന്ത നിങ്ങൾക്ക് കിട്ടും. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ടേക്ക് അവേ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇത് വാച്ച് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.